രാമൻ കിടന്നുറങ്ങി. അപ്പം രാമൻ കിടന്നുറങ്ങിയപ്പോൾ രാധ പോയി വളം ഇട്ടത് നോക്കണം. അപ്പം ഉണ്ടടാ മത്തങ്ങയുടെ താഴത്ത് ഒരു വലിയ മത്തങ്ങ. ഓക്കെ, ഈ വലിയ മത്തങ്ങ കണ്ടപ്പോൾ രാധ വിചാരിച്ചിട്ട് ഇങ്ങനെ ഈ വെണ്ടത്തോട്ടത്തിൽ ഇത്ര വലിയ മത്തങ്ങ വന്നു. കാരണം വെണ്ടയ്ക്ക് പുള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കണേ, അതിൻ്റെ താഴെയാണ് ഈ മത്തങ്ങ മാത്രം കിടക്കണേ. അപ്പം രാധയ്ക്ക് അതിശയം, ഈ മത്തങ്ങ എങ്ങനെ വന്നു എന്ന് ഒരു പിടിയില്ല. രാധ രാമനെ വിളിക്കാൻ പോയില്ല. കാരണം രാധ നോക്കി വന്നപ്പോൾ ഈ വെണ്ടത്തോട്ടത്തിൽ തക്കാളി സവാളയൊക്കെ ഉണ്ട്, മത്തങ്ങ ഇവർ നട്ടിട്ടില്ല. പക്ഷെ ഒരു മത്തങ്ങ അവിടെ വന്നു. എങ്ങനെ വന്നു മത്തങ്ങ? എങ്ങനെ വന്നു അറിയോ? എങ്ങനെ വന്നു? നമ്മുടെ മത്തങ്ങ താഴെ വന്നതല്ലേ, ബാക്കിയെല്ലാം മേലെയല്ലേ. മത്തങ്ങ വന്നത് എങ്ങനെയെന്ന് അറിയാനായിട്ട് ഇവള് കുറേ പരിശ്രമിച്ചു. എവിടെ നിന്ന് വന്നു? ലാസ്റ്റ് ഇവള് പോയിട്ട് രാധ പോയിട്ട് കത്തി എടുത്തുകൊണ്ട് വന്നു. ഇത്ര ഉണ്ടോ മത്തങ്ങ? ഇത്രയുള്ള മത്തങ്ങ, ചെറുതൊന്നുമല്ല. കത്തി എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്തു. കഥ കേക്ക്. മത്തങ്ങ എടുത്ത് കട്ട് ചെയ്യാൻ വന്നു. കട്ട് ചെയ്യാൻ വന്നിട്ട് കട്ട് ചെയ്തിട്ട് മുറിയണില്ല. അപ്പോൾ പോയിട്ട് അരിവാൾ എടുത്തുകൊണ്ട് വന്നു. അരിവാൾ വെച്ചിട്ട് മുറിയണില്ല. അപ്പം രാധ എന്ത് ചെയ്തു? രാമനെ പോയി വിളിച്ചു. ഇത് എന്നെ കൊണ്ട് കൂട്ടിയ കൂടെയുള്ളത് വലിയ മത്തങ്ങ. രാമനെ പോയിട്ട് വിളിക്കുകയാണ്. രാമൻ ചേട്ടോ, രാമൻ ചേട്ടോ, നമ്മുടെ തോട്ടത്തിലൊരു മത്തങ്ങ കിടക്കുന്നുണ്ട്, ഇത് മുറിക്കണം. രാമൻ ചേട്ടൻ എണീറ്റ് വരാൻ പറഞ്ഞു. അപ്പോൾ രാമൻ ചേട്ടൻ പറഞ്ഞു, ഒരു മത്തങ്ങ മുറിക്കാൻ ഞാൻ എന്തിനാ വരണേ? നിനക്ക് മുറിച്ചാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ മുറിച്ചിട്ട് മുറിയണില്ല, നിങ്ങൾ വന്ന് മുറിക്കി എന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ വന്ന് വാക്കത്തേക്ക് വെട്ടിയിട്ട് മത്തങ്ങയുടെ തൊലി മാത്രമേ പോയുള്ളൂ, മത്തങ്ങയ്ക്ക് അനക്കില്ല. അത് കഴിഞ്ഞ് രാമൻ ഈ പറഞ്ഞ പോലെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കോടാലി മേടിച്ചു. കോടാലി മേടിക്കുന്ന ഓരോ സൈഡിൽ നിന്ന് വെട്ടി തുടങ്ങി. അങ്ങനെ ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, അങ്ങനെ 6 സൈഡ് വെട്ടി. ഓക്കെ, നടുക്ക് കമ്പിപ്പാര വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി. കമ്പിപ്പാര എന്താണെന്ന് അറിയോ? ഇത്രയുള്ള പാര ഇത് വെച്ച് ഇങ്ങനെ ഇളക്കിപ്പണ്ട. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ച എന്താ വെച്ചാന്നറിയോ? ഇങ്ങനെ ഒരച്ച. അതിൻ്റെ ഉള്ളിലൊരു വാവ, മത്തങ്ങയുടെ അകത്തൊരു വാവ. അപ്പം രാമൻ പറഞ്ഞു, കോടാലിക്ക് നേരെ വെട്ടിങ്ങി ഇപ്പം ഈ വാവ മരിച്ചു പോയത്. അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഇവർക്കൊരു വാവനെ കിട്ടി. ഇവർക്കാണെങ്കിൽ വർഷങ്ങളായിട്ട് മക്കളില്ല. മക്കളില്ലാത്ത രാമനും രാധയ്ക്ക് മത്തങ്ങ തുറന്നപ്പോൾ മത്തങ്ങയുടെ അകത്തുനിന്ന് ഒരു വാവനെ കിട്ടി. അങ്ങനെ ആ കൊച്ചിനെ അവർ പേരിട്ടു. എന്നിട്ട് പേരെന്തിട്ടാ? മത്തങ്ങ കുട്ടപ്പൻ. മത്തങ്ങയുടെ അടുത്ത് കിട്ടിയ കുട്ടപ്പൻ മത്തങ്ങ കുട്ടപ്പൻ. അങ്ങനെ മത്തങ്ങ കുട്ടപ്പൻ പേരിട്ടു.